ഇസ്രായേലിന്റെ ചാര ഏജൻസിയായ മൊസാദ് ലോകപ്രശസ്തമാണ്. ജൂതരാഷ്ട്രത്തിന്റെ പ്രതിരോധ സംവിധാനത്തിൽ ഏറ്റവും ഫലപ്രദമായ ഉപകരണങ്ങളിലൊന്നാണ് മൊസാദ്. മൊസാദിന്റെ പ്രവർത്തനങ്ങളെ പാശ്ചാത്യ രാജ്യങ്ങൾ വാഴ്ത്തിപ്പാടുമ്പോൾ ഇസ്രായേലിന്റെ ശത്രുരാജ്യങ്ങൾക്ക് മൊസാദിന്റെ പ്രവർത്തനം ഒരു ഭീകരക്രിയയായി മാത്രമേ കാണുവാൻ സാധിക്കുകയുള്ളൂ. ഇസ്രായേൽ സ്ഥാപിതമായതു മുതൽ ഇസ്രായേൽ രാഷ്ട്രം തുടർച്ചയായി നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിലാണ്. ഇസ്രായേലിനെ ഉന്മൂലനം ചെയ്യുവാനാണ് ചുറ്റുമുള്ള ശത്രുരാജ്യങ്ങൾ നിരന്തരമായി പരിശ്രമിക്കുന്നത്. അന്താരാഷ്ട്ര തീവ്രവാദ സംഘടനകളുടെയും ആത്യന്തിക ലക്ഷ്യം അതുതന്നെയാണ്. ഒപ്പം ജൂതരാഷ്ട്രത്തെ ഇല്ലാതാക്കാൻ ലക്ഷ്യമിടുന്ന മറ്റ് സർക്കാരിതര സംഘടനകളുമുണ്ട്. ഇസ്രായേൽ രാഷ്ട്രത്തെ ഇല്ലാതാക്കാൻ തുനിഞ്ഞിറങ്ങിയവരെ വളരെ വിദഗ്ധമായി ഭൂമുഖത്തു നിന്ന് തുടച്ചു നീക്കുന്നതാണ് മൊസാദിന്റെ രീതി. 1949 സ്ഥാപിതമായതു മുതൽ യഹൂദരാഷ്ട്രത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരിൽ നിന്ന് സംരക്ഷിക്കാൻ മൊസാദ് ലോകമെമ്പാടും നിരവധി പ്രവർത്തനങ്ങൾ നടത്തിവരികയാണ്. മൊസാദിന്റെ ആപ്തവാക്യം ഇങ്ങനെയാണ്: പരിപാലനം ഇല്ലാത്തിടത്ത് ജനം അധോഗതി പ്രാപിക്കുന്നു, മന്ത്രിമാരുടെ ബഹുത്വത്തിലോ രക്ഷയുണ്ട്. ബൈബിളിലെ ശലോമോൻ രാജാവ് എഴുതിയ സദൃശ്യവാക്യം എന്ന പുസ്തകത്തിലെ ഒരു വാക്യമാണിത്. മൊസാദിന്റെ ഡയറക്ടർ പ്രധാനമന്ത്രിയോട് മാത്രമാണ് ലക്ഷ്യങ്ങളും നടപടിക്രമങ്ങളും പങ്കുവയ്ക്കുന്നത്. മൊസാദിന്റെ വാർഷിക ബജറ്റ് ഏകദേശം $10 ബില്യൺ ആണെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഏകദേശം 7000 ആളുകൾക്ക് തൊഴിൽ നൽകുന്നതായി കണക്കാക്കപ്പെടുന്നു. അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ ചാരവൃത്തി ഏജൻസികളിലൊന്നായി മൊസാദ് മാറുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഉടനീളം നിരവധി കൊലപാതക ഗൂഢാലോചനകളിൽ സംഘടന ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ആരോപിക്കപ്പെടുന്നു. ഹമാസ് മേധാവി ഇസ്മായിൽ ഹനിയ ഉൾപ്പെടെയുള്ള വിവിധ തലവന്മാരെ വളരെ ആസൂത്രിതമായി വകവരുത്തിയെങ്കിലും അതിൽ യാതൊരു പ്രതികരണവും നടത്താത്തതാണ് മൊസാദിന്റെ രീതി. അവസാനമായി ഹിസ്ബുള്ള അംഗങ്ങളുടെ കയ്യിൽ ഇരുന്ന് ഒരേ സമയം പേജറുകൾ പൊട്ടിത്തെറിച്ചതാണ് മൊസാദ് നടത്തിയ പ്രധാന ഓപ്പറേഷൻ. പേജറുകളിൽ ചെറിയ അളവിൽ സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ചിരുന്നു. ലെബനനിലുടനീളം ആയിരക്കണക്കിന് പേജറുകൾ പൊട്ടിത്തെറിച്ചതിൽ 9 പേർ കൊല്ലപ്പെടുകയും ഹിസ്ബുള്ള പോരാളികൾ ബെയ്റൂട്ടിൽ ഇറാന്റെ പ്രതിനിധി ഉൾപ്പെടെ 3000-ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഹിസ്ബുള്ള സുരക്ഷാ സംവിധാനത്തിലേക്ക് വളരെ ആസൂത്രിതമായി മൊസാദ് നടത്തിയ ഓപ്പറേഷനാണിത്. മൊസാദ് ഇതുവരെ ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുമില്ല. മൊസാദ് എവിടെ തുടങ്ങുന്നു, എവിടെ അവസാനിപ്പിക്കുന്നുവെന്ന് ആർക്കും അറിയില്ല. അവരുടെ ഏജന്റുമാർ അവരുടെ ശത്രുക്കളുടെ ഇടയിൽ തന്നെ ഉണ്ട് എന്നതാണ് അതിശയിപ്പിക്കുന്ന വാസ്തവം.